ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കോൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അരി അരച്ച് 1 മണിക്കൂറിൽ തന്നെ നമുക്ക് ഈ ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. തലേ ദിവസം മാവ് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങയും 1 കപ്പ് ചോറുമാണ്. നിങ്ങൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ആ ഒരു സെയിം കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് തേങ്ങയും ചോറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് കുതിർന്ന് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോവരുത്. കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തോടെയാണ് ഈ ഒരു അരി അരച്ചെടുക്കുന്നത്. ഈ ഒരു അരി കുതിർന്ന് വരാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു അരിയുടെ തൊട്ട് മുകളിൽ വെള്ളം എത്തുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഓവർനൈറ്റ് ടൈം ഇല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അങ്ങനെതാ ഞാനിതിവിടെ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. നല്ല പോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ആരും ഒഴിവാക്കരുത്, കാരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരി ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആ ഒരു കുതിർക്കാൻ വെച്ച വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് നമുക്കൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ ഇത് പൊങ്ങി വരും. അതിൽ കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ അതിവിടെ ഒന്ന് തുറന്ന് നോക്കട്ടെ. നല്ല പോലെ തന്നെ ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പോലെ തന്നെ ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ക്രിസ്പി ദോശ അതുപോലെ സോഫ്റ്റ് ദോശയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. തലേ ദിവസം മാവ് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ ദോശ ചുട്ടെടുക്കാം. ഞാനിതാ ആദ്യം ഇവിടെ നല്ല സോഫ്റ്റ് ദോശയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നല്ല പോലെ തന്നെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിൽ ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ അതിവിടെ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുപോലെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അതാ ദോശ ഇവിടെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. ഇനി ഒരു മാവ് വെച്ചിട്ട് ക്രിസ്പി ദോശയെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇതാ നല്ല പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രിസ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്.
ഇനി ഒരു മാവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ള മിനി ദോശ റെഡിയാക്കി എടുക്കുന്നത്. കുട്ടി കുട്ടി ദോശ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ദോശ റെഡിയാക്കി എടുക്കാം. ക്രിസ്പി ആയിട്ടുള്ള ദോശ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ, ഏത് ദോശ റെഡിയാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ്. അതുപോലെ പാലപ്പവും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചട്നിയാണ് ബെസ്റ്റ് കോമ്പിനേഷന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.